KCBC സംസ്ഥാന മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രസാദ് കുരുവിള, പാലായിൽ ഈ മദ്യലഹരിക്കെതിരെ നടന്ന ഒരു പരിപാടിയിലാണ് PC ജോർജ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന, ഈ യുവതലമുറയെ ബാധിച്ചിരിക്കുന്ന സമകാലീന വിഷയങ്ങളിലാണ് അദ്ദേഹം ഊന്നി നിന്നുകൊണ്ട് സംസാരിച്ചത്. മദ്യലഹരിയും അതുപോലെ ലവ് ജിഹാദിന്റെ വിഷയങ്ങളും എടുത്തിട്ടു. അപ്പോൾ ലവ് ജിഹാദ് എന്ന വിഷയം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മള് ഞായറാഴ്ച അഭിനന്ദനായ പാലാ ബിഷപ്പ് വിളിച്ചു ചേർത്ത മീറ്റിംഗ് ഈ നമ്മുടെ പൊതുസമൂഹം നേടുന്ന മാരക രാസലഹരിയുടെ ഭീകരതയെ നേടാൻ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മുടെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന രൂപതയുടെ സ്കൂളുകളിലെ PTA പ്രസിഡന്റുമാർ, ഹെഡ്മാസ്റ്റർമാർ, പ്രിൻസിപ്പൽമാർ, ഒപ്പം തന്നെ ഈ 3 ജില്ലകളിലായിട്ടുള്ള MP മാർ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മുനിസിപ്പൽ അംഗങ്ങൾ, മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ എല്ലാം ഉൾപ്പെടുന്ന 400ഓളം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയാണ് നമ്മൾ വിളിച്ചു ചേർത്തിരുന്നത്. ഒപ്പം XMLA മാർ, MP മാർ ഉൾപ്പെടെ. അവിടെ എല്ലാവരും ഇതിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി. അപ്പം എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇന്ന വ്യക്തി പറയണമെന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. നമ്മൾ പരിഹാര നിർദ്ദേശങ്ങളാണ് വ്യക്തമായിട്ടും ആളുകളോട് പറഞ്ഞിരുന്നത്. PC ജോർജിന്റെ ഭാഗത്തു നിന്ന് ഒരു മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയെന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. കാരണം ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും എന്നൊക്കെയുള്ള 2 വാക്കുകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ എപ്പോഴും സംസാരവും അലയടിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. മറ്റൊന്ന്, ഇദ്ദേഹം പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ PC ജോർജ് അവിടെ പറയുകയുണ്ടായി.